ഹായ് അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ഡ്രീം സ്മാൾ ബിസിനസ് ജേർണി യൂട്യൂബ് ചാനൽ. എൻ്റെ സ്മാൾ ബിസിനസ്സിനെ കുറിച്ചും കൊമേഴ്സിനെ കുറിച്ചുമുള്ള ഇൻഫോർമേറ്റീവായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് ഞാൻ എൻ്റെ ചാനലിൽ വീഡിയോ ചെയ്യുന്നത്. ആമസോണിലും മീഷോയിലും സെല്ലറായ സ്റ്റോറി ഞാൻ എൻ്റെ കഴിഞ്ഞ വീഡിയോകളിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആവശ്യമുള്ളവർ കയറി അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ എൻ്റെ വീഡിയോ യൂസ്ഫുൾ ആവുകയോ ഇഷ്ടമാവുകയോ ചെയ്താൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബും ഷെയറും ലൈക്കും ഒക്കെ ചെയ്തേക്കണേ. നിങ്ങളെ സപ്പോർട്ടാണ് എനിക്കിനിയും വീഡിയോ ചെയ്യാനുള്ള പ്രേരണ. അപ്പോൾ ഞാനിന്ന് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് എൻ്റെ ചെറിയ മക്കളെയും കൊണ്ട് ഞാനെങ്ങനെ ഈ സ്മാൾ ബിസിനസ് തുടങ്ങാമെന്ന ആശയത്തിലേക്ക് എത്തി. അതിനുള്ള എൻ്റെ മോട്ടീവ് തീർച്ചയായിട്ടും ആഗ്രഹം തന്നെയാണ്. എൻ്റെ മൂത്ത കുട്ടിക്ക് 5.25, രണ്ടാമത്തെ കുട്ടിക്ക് 2.25 വയസ്സും, മൂന്നാമത്തെ കുട്ടിക്ക് 7 മാസമേ ആയിട്ടുള്ളൂ. ഇത് ഞാനെന്തിനാണ് ഇവിടെ പറയുന്നത് എന്നായിരിക്കും എല്ലാവരും ചിന്തിക്കുന്നത്. ഇതിലെന്താ ഇത്ര വലിയ കാര്യം? ഞാനിതിൽ എത്തിപ്പെട്ട സ്റ്റോറി പറയുമ്പോൾ ഉറപ്പായിട്ടും ഞാൻ എൻ്റെ മൂന്നാമത്തെ പ്രഗ്നൻസിയെ കുറിച്ച് പറയണം. അപ്പോൾ അതും ഇതും തമ്മിൽ എന്താ ബന്ധം എന്നായിരിക്കും അല്ലേ. ആപത്ത് കാലത്തും ആവശ്യകാലത്തും നമ്മൾ ഒത്തിരി കാര്യങ്ങൾ പഠിക്കും. ഞാൻ ഒരുപാട് ബുദ്ധിമുട്ടിയ പലതും പഠിച്ചൊരു സമയമായിരുന്നു എൻ്റെ മൂന്നാമത്തെ പ്രഗ്നൻസി. ഡിപ്രഷനിലേക്കൊക്കെ പോയൊരു സമയമായിരുന്നു അത്. എന്നെക്കൊണ്ട് പറ്റില്ല, മരിച്ചു പോയാലോ എന്നൊക്കെ ആലോചിച്ചൊരു സമയമായിരുന്നു. അപ്പോൾ മൂത്ത 2 കുട്ടികൾ കിടക്കുന്നു, അവർ വിട്ടിട്ട് എങ്ങനെയാണ് പോകുന്നത്, അങ്ങനെയൊക്കെ ആലോചിച്ച് ഒരുവിധം സമാധാനിച്ചൊക്കെ ഇരുന്നു. പക്ഷെ അതൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ എനിക്ക് മനസ്സിലാവുന്നുണ്ട്, നമുക്ക് ഒരു ദുഃഖം തരുന്നുണ്ടെങ്കിൽ അതിലെന്തെങ്കിലും ഒരു റീസൺ ഉണ്ടാവും. നമുക്ക് എന്തെങ്കിലുമൊക്കെ അതിൽ നിന്ന് പഠിക്കുന്നതിന് വേണ്ടിയിട്ടായിരിക്കും നമുക്ക് ദുഃഖം തരുന്നത്, അല്ലെങ്കിൽ അനുഭവങ്ങൾ തരുന്നത്. അപ്പോൾ അങ്ങനെ ഞാൻ കാര്യങ്ങളൊക്കെ പഠിച്ചൊരു സമയമായിരുന്നു അത്. രണ്ടാമത്തെ മോൾക്ക് 1 വയസ്സും 2 മാസവും ഉള്ള സമയത്തായിരുന്നു ഞാൻ പ്രഗ്നൻ്റ് ആവുന്നത്. ഞാൻ ആരോടും പറയാനൊന്നും നിന്നില്ല. വീട്ടിലറിയിച്ചപ്പോഴും വലിയ സപ്പോർട്ടൊന്നും ഇല്ലായിരുന്നു. കാരണം രണ്ടാമത്തെ കുട്ടിക്ക് വലിയ പ്രായമൊന്നും ആയിട്ടില്ല. സ്വാഭാവികമായിട്ടും അവർക്കും വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നു. പിന്നെ ബാക്കിയുള്ളവരുടെ കാര്യം പറയണ്ടല്ലോ. ആദ്യത്തെ 2 പ്രഗ്നൻ്റ് ആയപ്പോൾ കിട്ടിയ സന്തോഷമോ അത്ര സന്തോഷമൊന്നും കിട്ടിയിട്ടില്ല എന്നാലും. പക്ഷെ മൂന്നാമത്തെ എനിക്ക് ത്രൂ ഔട്ട് സന്തോഷിക്കാനായിട്ട് പറ്റിയിട്ടേയില്ല. ഒരു നല്ല വാക്ക് പറയാൻ പോലും ആരും ഉണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ എൻ്റെ ഫ്രണ്ട്സിനോടൊന്നും ഞാൻ പ്രഗ്നൻ്റ് ആണെന്നുള്ള കാര്യമൊന്നും പറഞ്ഞിരുന്നില്ല കേട്ടോ. എനിക്ക് എപ്പോഴും മെസ്സേജ് അയക്കുന്ന എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിനോട് ഞാൻ എൻ്റെ ഉമ്മാക്ക് വയ്യാതായി എന്ന് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളായിരുന്നു. എനിക്ക് തനിച്ച് എങ്ങനെ ആയാലും ഇത് ഹാൻഡിൽ ചെയ്തേ പറ്റൂ എന്നുള്ളൊരു തോന്നലുണ്ടായി. ഹോസ്പിറ്റലിൽ പോയി സ്കാനിങ്ങിൽ ചെറിയൊരു പ്രശ്നം ഉണ്ടായിരുന്നു. അങ്ങനെ റെസ്റ്റ് പറഞ്ഞു. അൽഹംദുലില്ലാ ആദ്യത്തെ 3 മാസം വലിയ കുഴപ്പമൊന്നുമില്ലാതെ പോയി. റെസ്റ്റൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഇടിവെട്ടിയ എൻ്റെ തലയിൽ തേങ്ങ വീണ അവസ്ഥ എന്ന് പറയൂലേ, അതുപോലെയായി. എൻ്റെ ഉമ്മാക്ക് വയ്യാണ്ടായി. ഉമ്മാക്ക് അറ്റാക്ക് വന്ന് ഉമ്മ പിന്നെ റെസ്റ്റിലായി. എൻ്റെ ആകെ ഉള്ള ആശ്വാസമായിരുന്നു എൻ്റെ ഉമ്മ വയ്യാണ്ടായതോടുകൂടി എൻ്റെ ഉള്ള പ്രതീക്ഷയും കൂടെ നഷ്ടപ്പെട്ട അവസ്ഥയായി. പിന്നെ വീട്ടിലെ കാര്യങ്ങളെല്ലാം ഏറ്റെടുത്ത് ചെയ്തു. കുട്ടികളെ നോക്കൽ, ബാക്കി കാര്യങ്ങളെല്ലാം കൊണ്ടും 6 മാസം ആയതോടുകൂടി എൻ്റെ കാലിന് 2 വെരിക്കോസ് വന്നു. എനിക്ക് വീണ്ടും ഡോക്ടർ റെസ്റ്റ് പറഞ്ഞു. തീരെ നടക്കാൻ പോലും പറ്റാത്ത ഒരവസ്ഥ വരെയായി. ഇടയ്ക്കിടയ്ക്കൊക്കെ വീട്ടിൽ ഹോട്ടലിൽ നിന്ന് ഫുഡ് എടുക്കുമെങ്കിലും എപ്പോഴും നമുക്ക് ഹോട്ടലിൽ ഫുഡ് അങ്ങനെ പിടിക്കില്ലല്ലോ. കുട്ടികളും കൂടി ഉള്ളത് കൊണ്ട് പിന്നെ അത് പോസിബിളും അല്ലായിരുന്നു. ഹോസ്പിറ്റലിലൊക്കെ പോയിരുന്നത് ഞാനും പാപ്പായും മാത്രമാണ്. കുട്ടികളുള്ളതുകൊണ്ട് ഉമ്മാരുടെ അടുത്ത് ഞാൻ പറയും ഹോസ്പിറ്റലിൽ വരണ്ട. കുട്ടികളെയും കൊണ്ട് ഹോസ്പിറ്റലിൽ വരികയാണെങ്കിൽ പിള്ളേർ അങ്ങോട്ടോട്ടോ ഇങ്ങോട്ടോട്ടോ ഒരു ബഹളമായി. എൻ്റെ കാര്യം നോക്കാനൊന്നും പറ്റത്തില്ല. അതുകൊണ്ട് ഞാൻ ഉമ്മാരുടെ അടുത്ത് പറഞ്ഞു, ഉമ്മ കുട്ടികളെ നോക്കി വീട്ടിൽ ഇരുന്നാൽ മതി. ഞാനിപ്പോൾ ഒറ്റയ്ക്കൊക്കെ ആയിരുന്നു ഹോസ്പിറ്റലിലൊക്കെ പോയിരുന്നത്. വാപ്പ കൂടെ ഉണ്ട്, പക്ഷേ വാപ്പ വണ്ടിയിലിരിക്കും. വാപ്പയുടെ ഓട്ടോയിലാണ് ഞാനും പോണത്. വാപ്പ വണ്ടിയിലിരിക്കും. വാപ്പ അങ്ങനെ അധികം നടക്കാനൊന്നും പറ്റത്തില്ല. അപ്പോൾ ഹോസ്പിറ്റലിലൊക്കെ പോകുന്നതും എല്ലാം ഞാൻ ഒറ്റയ്ക്കായിരുന്നു. അപ്പോൾ ഡോക്ടർ ചോദിക്കും കൂടെ ആരും ഇല്ലേ വരാൻ എന്നൊക്കെ ചോദിക്കുമായിരുന്നു. എല്ലാം കൊണ്ടും ഡിപ്രഷനിലായിരുന്ന ആ ഒരു സമയത്ത് ഞാനിങ്ങനെ വിചാരിച്ചു, എന്തായാലും എനിക്ക് ആത്മഹത്യ ചെയ്യാനൊന്നും പറ്റത്തില്ല, എന്തായാലും ജീവിച്ചാലേ പറ്റുള്ളൂ. അപ്പോൾ എൻ്റെ ഇങ്ങനെയുള്ള നെഗറ്റീവായിട്ടുള്ള ചിന്തകളൊക്കെ മാറ്റി എനിക്ക് എൻ്റെ ചിന്തകളെ ഒന്ന് പോസിറ്റീവാക്കണം. അപ്പോൾ അതിനെന്താണ് വഴിയെന്ന് ഞാനിങ്ങനെ ആലോചിച്ചു. എനിക്ക് നല്ലതായിട്ട് എന്തെങ്കിലും ആലോചിക്കണം.
എന്തെങ്കിലും പ്രതീക്ഷ തരുന്ന കാര്യങ്ങളെപ്പറ്റി ചിന്തിക്കണം. ഇതൊക്കെയായിരുന്നു അങ്ങനെ എൻ്റെ ആഗ്രഹം. അങ്ങനെയാണ് ഞാനിങ്ങനെ ഒരു സ്മോൾ ബിസിനസ് ചെയ്യാം എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് ഞാൻ എത്തുന്നത്. പിന്നെ എനിക്കൊരു വരുമാനം ഉണ്ടാക്കിയെടുക്കണം. ഞാൻ ഇനി കുട്ടികളൊക്കെ വളർന്ന് വലുതായിട്ട് പഠിക്കാൻ പോവാം എന്നും പറഞ്ഞിരുന്നാൽ നടക്കില്ല എന്നെനിക്ക് മനസ്സിലായി. വീട്ടിലിരുന്നെങ്കിൽ വീട്ടിലിരുന്ന് ഇനി വൈകിപ്പിക്കണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാനങ്ങ് ഇറങ്ങി. കുട്ടികളൊക്കെ ഉള്ളതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. പക്ഷെ എന്നാലും സാരമില്ല, എന്തെങ്കിലും ചെയ്ത് എൻ്റെ ചിന്തകളെ എനിക്ക് നല്ല രീതിയിൽ വേറെ മറ്റൊന്നും ചിന്തിക്കാതെ എന്തെങ്കിലും ചെയ്യണമെന്ന് വിചാരിച്ച് ഞാനതിന് ഇറങ്ങിത്തിരിച്ചു. എനിക്കിത് ഒത്തിരി പ്രതീക്ഷ തന്നു കേട്ടോ. ഓരോ ഓർഡറൊക്കെ കിട്ടുമ്പോൾ എനിക്ക് വല്ലാത്തൊരു സന്തോഷമായിരുന്നു. പിന്നെ ഈ ഒരു സമയത്ത് എനിക്ക് ചുറ്റുമുള്ളവരൊക്കെ മനസ്സിലാക്കി. ഞാൻ പഠിച്ചൊരു കാര്യമാണ്, നമുക്ക് പറ്റുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ആരെ ആശ്രയിക്കാതെ ചെയ്യാൻ പറ്റുവാണെങ്കിൽ മാക്സിമം ചെയ്യുക. ആരുടെയും കണക്കുകളൊന്നും പിന്നീട് കേൾക്കേണ്ടി വരില്ല. ഞാൻ ഫസ്റ്റ് ഒരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്ത് അതുവഴിയാണ് ഞാൻ എൻ്റെ സ്മോൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തത്. എൻ്റെ ഫ്രണ്ട്സിനെയൊക്കെ തന്നെയായിരുന്നു ഞാൻ ആ ഗ്രൂപ്പിൽ ആഡ് ചെയ്തത്. അപ്പോൾ ഓരോ ആൾക്കാരൊക്കെ എൻ്റെ നിന്ന് ആദ്യമായിട്ട് സാധനങ്ങളൊക്കെ വാങ്ങിക്കുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. എൻ്റെ ഡെലിവറി ടൈം ആയപ്പോൾ ഞാൻ അതിൽ നിന്ന് ബ്രേക്ക് എടുത്തു. അപ്പോൾ ഫ്രണ്ട്സൊക്കെ ചോദിക്കുമായിരുന്നു, സാധനം വന്നോ, സാധനം എടുത്തോ? അപ്പോൾ ഞാൻ പറഞ്ഞു, ഇല്ല, ഞാൻ കുറേ നാളായി എടുത്തിട്ട് എനിക്ക് പൈസ തികഞ്ഞില്ല, അതുകൊണ്ട് ഞാൻ എടുക്കാൻ പോയില്ല. അങ്ങനെയൊക്കെ എക്സ്ക്യൂസ് പറഞ്ഞ് ഒഴിഞ്ഞു മാറും. അവരോടൊന്നും ഞാൻ എൻ്റെ പ്രഗ്നൻസിയെ പറ്റിയോ ഡെലിവറിയെ പറ്റിയോ ഒന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ചെറിയ മക്കളൊക്കെ ഉള്ളവർക്കറിയാം അതിൻ്റെ ബുദ്ധിമുട്ട്. അപ്പം ഞാൻ പഠിച്ചൊരു പാഠമുണ്ട്, നമ്മളിപ്പോൾ എത്ര ബുദ്ധിമുട്ടുണ്ടെങ്കിലും നമുക്ക് സന്തോഷം തരുന്ന നമ്മുടെ ചിന്തകളെ നല്ല എന്തെങ്കിലും കാര്യങ്ങളിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ നമ്മളത് ചെയ്യണം. ഒരു പരിധി വരെയൊക്കെ നമ്മുടെ ലൈഫ് ചേഞ്ച് ആവും. പ്രതീക്ഷയൊക്കെ നഷ്ടപ്പെട്ടിരുന്ന സമയത്ത് എനിക്ക് ഈ സ്മോൾ ബിസിനസ് തന്നൊരു സന്തോഷമുണ്ടല്ലോ. ഓരോ ഓർഡേഴ്സ് കിട്ടുമ്പോൾ അതിങ്ങനെ പൊതിഞ്ഞു കൊടുക്കുക, അതിൽ നിന്ന് പൈസ കിട്ടുക, എനിക്കത് ആദ്യത്തെ എക്സ്പീരിയൻസ് ആയിരുന്നു. പക്ഷേ അത് കിട്ടി, അത് തന്ന സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അപ്പോൾ ഈ പാക്കിങ്ങും ലേബലും എൻ്റെ ഇ-കൊമേഴ്സ് ബിസിനസ്സും ഒക്കെ എനിക്ക് കിട്ടിയ പുതിയ അറിവാണ്. നമ്മൾ ഈ കോളേജ് വിദ്യാഭ്യാസവും മാത്രമല്ല കേട്ടോ വിദ്യാഭ്യാസം എന്ന് പറയുന്നത്. എൻ്റെ സ്റ്റോറി ബോറായോന്ന് എനിക്കറിയില്ല. ആർക്കെങ്കിലുമൊക്കെ ഇങ്ങനത്തെ വല്ല അനുഭവം ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ ഇട്ടേക്കണേ. എനിക്കിതൊക്കെ ഒന്ന് ഷെയർ ചെയ്യണമെന്ന് തോന്നി. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും ഷെയറും ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.